ഇതുപോലൊരു പ്രസിഡന്റ് അമേരിക്കയുടെ ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്തിന്, ലോകരാജ്യങ്ങളിൽ എവിടെയും കാണില്ല. അതാണ് ഡൊണാൾഡ് ട്രംപ്. ഓരോ പ്രഭാതത്തിലും പുതിയ പുതിയ തള്ളുമായാണ് ട്രംപിന്റെ വരവ്. അത് ചിലപ്പോൾ വെടിനിർത്തലാവാം, യുദ്ധപ്രഖ്യാപനമാവാം, കുടിയൊഴിപ്പിക്കലാവാം, ഒന്നുമില്ലെങ്കിൽ കണ്ണടച്ച് തീരുവ പ്രഖ്യാപിക്കലാവാം. ഏതായാലും മൂപ്പരുടെ ഉറ്റ കൂട്ടുകാരൻ നെതന്യാഹു ഒഴികെ എല്ലാവരും ഞെട്ടുക പതിവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രണ്ടാണ് ട്രംപ്. പക്ഷേ ഇന്ത്യ പാക് യുദ്ധത്തിന്റെ പേരിൽ ഇടക്കിടക്ക് മോദിക്കിട്ട് പണി കൊടുക്കും ട്രംപ്. വീണ്ടും അവകാശവാദവുമായി ട്രംപ് രംഗത്ത്. മുഴുവൻ വ്യാപാര ചർച്ചകളും നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൃത്യസമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമായിരുന്നുവെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയ്മർ സ്റ്റാർമറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സ്കോട്ട്ലൻഡിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള 6 സുപ്രധാന യുദ്ധങ്ങൾ തടയാൻ സാധിച്ചതായും ട്രംപിന്റെ പുതിയ അവകാശവാദം. നാടൻ മട്ടിൽ പറഞ്ഞാൽ ട്രംപിന്റെ തള്ളുകൊണ്ട് രക്ഷയുമില്ല. ഞാനില്ലായിരുന്നുവെങ്കിൽ 6 വലിയ യുദ്ധങ്ങൾ സംഭവിക്കുമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമായിരുന്നു. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും നേതാക്കളെ തനിക്കറിയാം. അവർ US-ഉമായുള്ള വ്യാപാര കരാറിന്റെ പിന്നാലെയാണ്. എന്നിട്ടും അവർ ആണവായുധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ഇത് ഭ്രാന്താണ്. ഈ നില തുടർന്നാൽ ഇരു രാജ്യങ്ങളുമായി വ്യാപാര കരാർ ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇതോടെയാണ് യുദ്ധം ഒഴിവായതെന്നും ട്രംപ്. ഇന്ത്യയെയും പാകിസ്ഥാനെയും ഒന്ന് ഞെട്ടിച്ചു. ഉടൻ വന്നു വെടിനിർത്തൽ. ഇന്ത്യ പാക് യുദ്ധം ഒഴിവാക്കാൻ സാധിച്ചതുപോലെ വ്യാപാര ചർച്ചകൾ ഉപകരണമായി ഉപയോഗിച്ച് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷവും തടയാൻ കഴിഞ്ഞെന്നും ട്രംപ്. റുവാണ്ടയ്ക്കും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയ്ക്കുമിടയിൽ താൻ മധ്യസ്ഥ വഹിച്ച സമാധാന കരാറിനെക്കുറിച്ചും സെർബിയയ്ക്കും കൊസവോയ്ക്കുമിടയിൽ പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള സംഘർഷം എങ്ങനെ തടഞ്ഞെന്നും ട്രംപ്. എന്നാൽ US മധ്യസ്ഥതയില്ലാതെ ഇരു രാജ്യങ്ങളിലെയും സൈന്യങ്ങൾ തമ്മിലുള്ള ചർച്ചകളെ തുടർന്നാണ് യുദ്ധം അവസാനിച്ചതെന്നാണ് ഇന്ത്യയുടെ അവകാശവാദം. ആരെന്തവകാശപ്പെട്ടാലും ട്രംപിന് പ്രശ്നമില്ല. കാരണം തള്ള് മൂപ്പർക്ക് ഒരു ഹരമാണ്, ഒരു ശീലമാണ്.